In the last video, we have been discussing about the field design, the design procedure of the field design. അപ്പോൾ നമ്മൾ ഒരു നാല് പോയിൻ്റ് നമ്മൾ ഡിസ്കസ് ചെയ്തായിരുന്നു. 4 പോയിൻ്റ് ഡിസൈൻ പ്രൊസീജിയർ എന്നും പറഞ്ഞ് എഴുതി 4 പോയിൻ്റ് 1 2 3 4. അപ്പോൾ അതിൻ്റെ കണ്ടിന്യൂഷനാണ് നമ്മൾ പറഞ്ഞു നിർത്തിയത്. അതിൻ്റെ ഏരിയ ഓഫ് കണ്ടക്ടർ ഈസ് ആംബിയർ ടേൺസ് റിക്വയർഡ് ഫോർ ദ ഫീൽഡ് ATF into rho LMT by EF, where EF is the voltage across each field winding. ഓരോ ഫീൽഡ് വൈൻഡിങ്ങിൻ്റെയും across ആയിട്ടുള്ള വോൾട്ടേജ്. LMT is the mean length of the turn. അപ്പോൾ ഇനി that is the fifth point. Fifth point is choose a suitable cross section for the conductor. നമ്മളൊരു പർട്ടിക്കുലർ ക്രോസ് സെക്ഷൻ ചൂസ് ചെയ്യുക. ഓക്കെ, അപ്പം ഫോർ സ്മോൾ ക്രോസ് സെക്ഷൻ സ്റ്റാൻഡേർഡ് റൗണ്ട് വയർ അത് ഇനാമൽഡ് കോപ്പർ വയർ ആയിരിക്കും. ഇനാമൽ ഇൻസുലേഷൻ can be used. For larger cross sections, square or rectangular conductors should be used. അപ്പോൾ എങ്ങനെയാണ് നമ്മൾ ക്രോസ് സെക്ഷൻ സെലക്ട് ചെയ്യുന്നത്? നമ്മൾ ഏരിയ കണ്ടുപിടിച്ചു, കണ്ടക്ടറിൻ്റെ ഏരിയ. അപ്പോൾ ഇതിനനുസരിച്ച് നമ്മൾ അവൈലബിൾ ആയിട്ടുള്ള സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഒരു വയർ സെലക്ട് ചെയ്യണം. നമുക്ക് കിട്ടുന്ന ഏരിയ അതേപടി നമുക്ക് വയർ സെലക്ട് ചെയ്യാൻ പറ്റത്തില്ല. അപ്പോൾ നിയറസ്റ്റ് അവൈലബിൾ സ്റ്റാൻഡേർഡ് സൈസ് നമുക്കറിയാം. ക്രോസ് സെക്ഷൻ എന്ന് പറയുന്നത് mm², 1.5 mm², 2.5 mm², 4 mm², 6 mm², 10 mm², അങ്ങനെ 16 mm², അങ്ങനെ വയറിൻ്റെ സൈസ് അങ്ങനെ പോകും. ഇനാമൽഡ് കോപ്പർ വയർ ആണെങ്കിൽ ഇങ്ങനെ വയർ ഗേജ് ഉണ്ട്. അപ്പോൾ നമുക്ക് അവൈലബിൾ സൈസസ് നോക്കിയിട്ട് ഒരു സ്റ്റാൻഡേർഡ് വയർ നമ്മൾ സെലക്ട് ചെയ്യണം. അപ്പം ഇനാമൽഡ് കോപ്പർ വയർ എന്ന് പറഞ്ഞാൽ വി ഹാവ് ദ ഇൻസുലേഷനുള്ള കോപ്പർ വയർ. വലിയ ആംപിയർ എന്നൊക്കെ ആണെന്നുണ്ടെങ്കിൽ വി ഹാവ് ടു ഗോ ഫോർ സ്ക്വയർ ഓർ റെക്ടാങ്കുലർ കണ്ടക്ടേഴ്സ്. അപ്പോൾ അങ്ങനെയുള്ള കോപ്പർ കണ്ടക്ടർ ഉണ്ട്. അതിന് പ്രത്യേക ഇൻസുലേഷൻ ചുറ്റുമുണ്ട്. അത് വലിയ മെഷീനൊക്കെ. ഇനി വൈൻഡിങ്ങിൻ്റെ ഹൈറ്റ്, 6th പോയിൻ്റ്, കാൽക്കുലേറ്റ് ദ വൈൻഡിങ് ഹൈറ്റ് എന്ന് പറയുന്നത് ഇപ്പോൾ ഒരു പോളിൻ്റെ ഒരു സെക്ഷനാണ് കാണിച്ചിരിക്കുന്നത്. ചുറ്റുമുള്ള വൈൻഡിങ് ആണ് ഈ കാണിച്ചിരിക്കുന്നത്. ദ വൈൻഡിങ് സറൗണ്ടിങ് ദ ഫീൽഡ് പോൾസ് ഇസ് ഷോൺ. അപ്പോൾ ഓരോ കണ്ടക്ടറിൻ്റെ ആ ക്രോസ് സെക്ഷനാണല്ലോ കാണിച്ചിരിക്കുന്നത്. ഇത് ചുറ്റാകെ വന്നിരിക്കുകയാണ്. ഈ പോളിനെ ചുറ്റുള്ള വൈൻഡിങ് ആണ്. അതിൻ്റെ കട്ട് സെക്ഷൻ കാണിക്കുമ്പോഴാണ് ഇങ്ങനെ വരുന്നതല്ലോ. വൈൻഡിങ്ങിൻ്റെ ഹൈറ്റ് HF. ഇത് ഡെപ്ത് ഓഫ് വൈൻഡിങ് DF. ഓക്കെ, അതവിടെ കാണിച്ചിരിക്കുന്നുള്ളൂ. അപ്പം 6th പോയിൻ്റ് ഡിസൈൻ പ്രൊസീജിയറിൽ 6th പോയിൻ്റ് കാൽക്കുലേറ്റ് ദി വൈൻഡിങ് ഹൈറ്റ്. ഓക്കെ, വൈൻഡിങ് ഹൈറ്റ് എന്ന് HF അത് കാൽക്കുലേറ്റ് ചെയ്യാം. നമ്മൾ എന്തുമാത്രം ഹൈറ്റിൽ ഫീൽഡ് വൈൻഡിങ് കൊടുക്കണം. HF എന്ന് പറയുന്നത് ഹൈറ്റ് ഓഫ് ദ പോൾ, HPL, ഹൈറ്റ് ഓഫ് ദ പോൾ മൈനസ് ഹൈറ്റ് ഓഫ് ഷൂ ആൻഡ് ഷൂവിൻ്റെ ഹൈറ്റ് മൈനസ് ദ ഇൻസുലേഷൻ ആൻഡ് ക്ലിയറൻസ്. എന്നിട്ട് ഇൻസുലേഷൻ നേരത്തെ പറഞ്ഞ മാതിരി ഇതിനകത്ത് ഇൻസുലേഷൻ ഉണ്ട്, മുകളിലും താഴെ ഇൻസുലേഷൻ കാണും. പിന്നെ ഒരു ശകലം ക്ലിയറൻസ്, ഇതാണ് ക്ലിയറൻസ്, ഇതൊക്കെ ഉണ്ടാവും. അപ്പം ഇത്രയും കാര്യങ്ങൾ. മൊത്തം പോൾ ഹൈറ്റ് എന്ന് പറഞ്ഞാൽ ഫ്രം ഹിയർ ടു ഹിയർ ഇസ് ദ പോൾ ഹൈറ്റ്. അതാണ് HPL. അതിൽ നിന്ന് അത്രയും കുറയ്ക്കണം. ജസ്റ്റ് ആ പോയിൻറ്റ്സ് നോട്ട് ചെയ്തിരുന്നാൽ മതി. നമ്മൾ ഇത്രയും നീണ്ട ഡിസൈനൊന്നും നമുക്ക് ഈ പരീക്ഷയ്ക്ക് ചോദിക്കത്തില്ല. അപ്പോൾ ഈ പോയിൻറ്റ്സ് ഓർമ്മ വയ്ക്കുക. ആൻഡ് റിമെമ്പർ ദ സ്റ്റെപ്സ് ദാറ്റ് ആർ ടു ബി ഫോളോഡ്. അപ്പം
ഇൻ ദ കേസ് ഓഫ് എ പ്രാക്ടിക്കൽ ഡിസൈൻ. അപ്പോൾ HPL മൈനസ് ഹൈറ്റ് ഓഫ് ഷൂ എന്ന് പറഞ്ഞാൽ സാധാരണയായിട്ട് 0.1 to 0.2 ടൈംസ് ദ ഹൈറ്റ് ഓഫ് പോൾ. ഹൈറ്റ് ഓഫ് ഷൂ എന്ന് പറഞ്ഞാൽ നോർമലി 0.1 to 0.2 ടൈംസ് ദി ഹൈറ്റ് ഓഫ് പോൾ. ഇൻസുലേഷൻ ആൻഡ് ക്ലിയറൻസ് നമ്മൾ പറയുന്ന സാധാരണ പോൾ പിച്ചിൻ്റെ ടേംസിലാണ്. 0.1 to 0.15 ടൈംസ് ഓഫ് ദി പോൾ പിച്ച്. ടോ എന്ന് പറയുന്ന പോൾ പിച്ചാണല്ലോ. ടോ ഈസ് ദ പോൾ പിച്ച്. അപ്പോൾ 10 to 15% ഓഫ് ദ പോൾ പിച്ച്. ഇത്രയും അലവൻസ് നമ്മൾ കൊടുക്കും ഇൻസുലേഷനും ഇതിനും വേണ്ടി. അപ്പോൾ ഈ മൊത്തം ക്ലിയറൻസാണ് ഈ പറയുന്നത്. ഈ ക്ലിയറൻസ് പിന്നീട് വെക്കുന്ന ഇൻസുലേഷനും എല്ലാം കൂടെ ചേർന്നാണ്. അത് 10 to 15% ഓഫ് ദി പോൾ പിച്ചാണ്. ഇനി നമ്പർ ഓഫ് ടേൺസ്, ഇതിനകത്ത് എത്ര ടേൺസ് വരുന്നു എന്നെങ്ങനെ കണ്ടുപിടിക്കും? നമ്പർ ഓഫ് ടേൺസ് ഇങ്ങനൊരു ഫോർമുലയുണ്ട്. SF ഇൻറ്റു HF ഇൻറ്റു DF ഡിവൈഡഡ് ബൈ AF ഡിവൈഡ് ബൈ AF. അപ്പം വാട്ട് ഈസ് HF ഇൻറ്റു DF? HF ഇൻറ്റു DF എന്ന് പറഞ്ഞാൽ HF എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ ഹൈറ്റ്. ഈ റെക്റ്റാങ്കുലർ പോർഷൻ വൈൻഡിങ് ഉള്ള ഈ റെക്റ്റാങ്കുലർ പോർഷൻ്റെ ഹൈറ്റാണ് HF. വൈൻഡിങ്ങിൻ്റെ ഹൈറ്റാണ് HF. DF എന്ന് പറഞ്ഞാൽ അതിൻ്റെ വീതി. അപ്പോൾ HF ഇൻറ്റു വീതി എന്ന് പറഞ്ഞാൽ ഈ ഏരിയയാണ്, ഈ മൊത്തം ഏരിയ, ഈ വൈൻഡിങ് ഇരിക്കുന്ന ഏരിയയാണ്. അപ്പം ആ വൈൻഡിങ് ഇരിക്കുന്ന ഏരിയക്കകത്ത് മൊത്തം കോപ്പർ ആയിരിക്കത്തില്ല. കോപ്പർ ഏരിയ എന്നുള്ളതാണ്. മൊത്തം കോപ്പർ ആയിരിക്കത്തില്ല, അതിൻ്റെ ഒരു സ്പേസ് ഫാക്ടർ ഉണ്ട്. അപ്പം കോപ്പർ ഏരിയ ഡിവൈഡഡ് ബൈ ടോട്ടൽ ഏരിയ ആണല്ലോ സ്പേസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ. സ്പേസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ കോപ്പർ ഏരിയ ഡിവൈഡഡ് ബൈ യഥാർത്ഥത്തിലുള്ള കോപ്പറിൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ ദി ടോട്ടൽ ഏരിയ. ടോട്ടൽ ഏരിയ എന്ന് പറഞ്ഞാൽ HF ഇൻറ്റു DF ആണ്. അപ്പോൾ HF ഇൻറ്റു DFനെ സ്പേസ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ HF ഇൻറ്റു DFനെ സ്പേസ് ഫാക്ടർ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ ടോട്ടൽ ഏരിയ ഓഫ് ദ കോപ്പർ കിട്ടും. ഇതിനകത്തുള്ള കോപ്പറിൻ്റെ ഏരിയ കിട്ടും. ആ കോപ്പറിൻ്റെ ഏരിയ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു കണ്ടക്ടറിൻ്റെ ഏരിയ മൾട്ടിപ്ലൈഡ് ബൈ എത്ര ടേൺസ് ഉണ്ട്. 100 ടേൺസ് ഉണ്ടെങ്കിൽ ഒരെണ്ണത്തിൻ്റെ ഏരിയ, അപ്പോൾ ഒരെണ്ണത്തിൻ്റെ ഏരിയ 1.5 mm² ആണ്. 1.5 mm² ഇൻറ്റു 100 ടോട്ടൽ ഏരിയ ഓഫ് കോപ്പർ. അപ്പം AF ഇൻറ്റു TF ടോട്ടൽ ഏരിയ ഓഫ് കോപ്പർ എന്ന് പറഞ്ഞാൽ SF ഇൻറ്റു HF ഇൻറ്റു DF ആണ്. അല്ലെങ്കിൽ ദ നമ്പർ ഓഫ് ടേൺസ്, എത്ര ടേൺസ് ഉണ്ട്, ഫീൽഡ് വൈൻഡിങ് ടേൺസ്, അതിന് TF എന്നും പറഞ്ഞ് നമ്മൾ കൊടുത്തിരിക്കുന്നു. അപ്പോൾ 7ാമത്തെ പോയിൻ്റ് വി ക്യാൻ കാൽക്കുലേറ്റ് ലൈക്ക് ദിസ്. ദ നമ്പർ ഓഫ് ടേൺസ് ഇസ് ഈക്വൽ ടു SF ഇൻറ്റു HF ഇൻറ്റു DF ഡിവൈഡഡ് ബൈ AF. SF ഇൻറ്റു HF ഇൻറ്റു DF. SF എന്നേ ഉള്ളൂ. ദർ ഇസ് നോ dash here, there is no prime here, okay, where SF is the space factor. Space factor എന്ന് പറഞ്ഞാൽ എപ്പോഴും നമുക്ക് സ്റ്റാക്കിംഗ് ഫാക്ടർ പോലെ സ്പേസ് ഫാക്ടർ നമ്മൾ ട്രാൻസ്ഫോമറിൻ്റെ വൈൻഡിങ് ഡിസൈനിലൊക്കെ നമ്മൾ പഠിച്ച സ്പേസ് ഫാക്ടർ എന്ന് പറഞ്ഞാൽ എപ്പോഴും ഏരിയ ഓഫ് കോപ്പർ ഡിവൈഡഡ് ബൈ ദ ടോട്ടൽ ഏരിയ എന്ന് പറയുന്ന മാതിരി ഇവിടെ ഈ സ്പേസിൽ അടങ്ങിയിരിക്കുന്ന യഥാർത്ഥത്തിലുള്ള കോപ്പറിൻ്റെ ഏരിയ ഡിവൈഡഡ് ബൈ ദി ടോട്ടൽ ഏരിയ. അപ്പോൾ അത് വെച്ചാണ് നമ്മളിത് എഴുതിയിരിക്കുന്നത്. അപ്പം റിമെമ്പർ ദിസ് ഫോർമുല. ദ നമ്പർ ഓഫ് ടേൺസ് ഓഫ് ദ ഫീൽഡ് വൈൻഡിങ് ഈസ് SF ഇൻറ്റു HF ഇൻറ്റു DF ഡിവൈഡഡ് ബൈ AF. അപ്പോൾ അങ്ങനെ ഒരു ഫോർമുല ഉണ്ട്. ഇനി ആൻഡ് AF ഈസ് ദ ഏരിയ ഓഫ് കണ്ടക്ടറിൻ്റെ ഏരിയ. ഇൻ ദ കേസ് ഓഫ് റൗണ്ട് കണ്ടക്ടേഴ്സ് SF ഈസ് ഓക്കെ, അത് അതിൻ്റെ ഡയമീറ്റർ വെച്ച് പറഞ്ഞിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ. ഓക്കെ, പ്രകടപ്പെടുത്താൻ. ഇനി 8ാമത്തെ പോയിൻ്റ്, കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് ഈച്ച് കോയിൽ. ഓരോ കോയിലിൻ്റെ റെസിസ്റ്റൻസ് അപ്പം കണ്ടുപിടിക്കണം. കാൽക്കുലേറ്റ് ദ റെസിസ്റ്റൻസ് ഓഫ് ഈച്ച് കോയിൽ, ഓരോ ഫീൽഡ് വൈൻഡിങ്ങിൻ്റെയും. അപ്പോൾ നമുക്ക് 4 പോളുണ്ടെങ്കിൽ 4 കോയിലുണ്ട്, 4 ഫീൽഡ് കോയിൽസ് ഉണ്ട്. ഇതെല്ലാം കൊണ്ട് നമ്മൾ സീരീസ് ആയിട്ട് കണക്ട് ചെയ്യും. അപ്പോൾ RF എന്ന് പറയുന്നത് ഒരെണ്ണത്തിൻ്റെ റെസിസ്റ്റൻസ് ആണ്. അപ്പം ഇറ്റ് ഈസ് ρL/A. റെസിസ്റ്റിവിറ്റി റോ ഇൻറ്റു ടോട്ടൽ ലെങ്ത് എന്ന് പറയുമ്പോഴത്തേക്ക്
ഒരു ടേണിൻ്റെ മീൻ ലെങ്ത് മൾട്ടിപ്ലൈഡ് ബൈ ദി നമ്പർ ഓഫ് ടേൺസ്. അപ്പോൾ റോ ഇൻറ്റു എൽ എം ടി. ഇപ്പോൾ ടോട്ടൽ റോ എൽ എന്ന് പറഞ്ഞാൽ ഒരെണ്ണത്തിൻ്റെ ലെങ്ത്, ഒരു ടേണിൻ്റെ ലെങ്ത് മൾട്ടിപ്ലൈഡ് ബൈ ദി ടോട്ടൽ നമ്പർ ഓഫ് ടേൺസ്, റോ എൽ ബൈ ഏരിയ ഓഫ് ദി കണ്ടക്ടർ എ എഫ്. നെക്സ്റ്റ് പോയിൻറ്റ് 9, കാൽക്കുലേറ്റ് ദ കറണ്ട് ഇൻ ദി ഷണ്ട് ഫീൽഡ് കോയിൽ. കറണ്ട് കണ്ടുപിടിക്കുക. ഈസ് ഇ എഫ് ഡിവൈഡഡ് ബൈ ആർ എഫ്. ദ കറണ്ട് ഇൻ ദ ഷണ്ട് ഫീൽഡ് കോയിൽ, വോൾട്ടേജ് ബൈ റെസിസ്റ്റൻസ്. ചെക്ക് ഫോർ കറണ്ട് ഡെൻസിറ്റി. നെക്സ്റ്റ് പോയിൻ്റ് ഈസ് യു ചെക്ക് ഫോർ ദ കറണ്ട് ഡെൻസിറ്റി. അപ്പോൾ നമ്മൾ നേരത്തെയാണെന്നുണ്ടെങ്കിൽ ഇപ്പം ഏരിയ കണ്ടുപിടിച്ചിരുന്നു. അപ്പോൾ കറണ്ട് ഡെൻസിറ്റി ഡെൽറ്റ എഫ് ഈസ് ഈ ഐ എഫ് ഡിവൈഡഡ് ബൈ എ എഫ്, കറണ്ട് ഡെൻസിറ്റി കണ്ടുപിടിക്കുന്നു. ദ വാല്യൂ ഓഫ് കറണ്ട് ഡെൻസിറ്റി ഇൻ ദ ഫീൽഡ് വൈൻഡിങ് ഷുഡ് ബി ബിറ്റ്വീൻ 1.2 to 2.5 ആംപിയർ പെർ എം എം സ്ക്വയർ. ഈ ഫീൽഡ് വൈൻഡിങ്ങിലെ കറണ്ട് ഡെൻസിറ്റി എന്ന് പറഞ്ഞാൽ പരമാവധി 2.5 ആംപിയർ പെർ എം എം സ്ക്വയർ ആണ്. അപ്പോൾ അത് അതിൻ്റെ ഹീറ്റ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കൺസിഡറേഷൻ വെച്ചാണ് ഇത്രയും കുറച്ചേ ഉള്ളൂ. 1.2 to 2.5 ആംപിയർ പെർ എം എം സ്ക്വയർ. In case of windings with the air ducts, it may go up to 3.5 ampere per mm square. In case of windings with the air ducts, it may be up to 3.5 ampere per. അപ്പം കൂടുതൽ കൂളിങ്ങിനുള്ള പ്രൊവിഷൻ കൊടുത്തിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് 3.5 ആംപിയർ പെർ എം എം സ്ക്വയർ. അല്ലെങ്കിൽ നമുക്കറിയാം ഈ 1 mm സ്ക്വയർ ആണെന്നുണ്ടെങ്കിൽ എത്ര കറണ്ട് വരെ പറ്റുമോ? 1 mm സ്ക്വയർ ആണെങ്കിൽ ഇവിടെ 1.2 to 2.5 ആംപിയർ പെർ എം എം സ്ക്വയർ. നമ്മൾ സാധാരണ വയറിങ്ങിന് ഉപയോഗിക്കുന്ന കണ്ടക്ടർ എന്ന് പറഞ്ഞാൽ 1.5 സാധാരണ നോർമൽ വയറിങ്ങിന് 1.5. അപ്പോൾ നമ്മൾ ഗൾഫ് രാജ്യങ്ങളിലൊക്കെ അത് മിനിമം വയറെന്ന് പറയുന്നത്, വയർ സൈസ് എന്ന് പറഞ്ഞാൽ വയറിങ്ങിന് ഉപയോഗിക്കുന്ന വയറിൻ്റെ സൈസ് എന്ന് പറഞ്ഞാൽ 2.5 mm സ്ക്വയറാണ് നമ്മൾ 5 ആംപിയർ സർക്യൂട്ടിൽ. അപ്പോൾ ഇവിടെ അത് 5 ആംപിയറിന് നമ്മൾ 1.5 ഉപയോഗിക്കുന്നത്. പക്ഷേ ഇവിടെ കറണ്ട് ഡെൻസിറ്റി അതിനൊക്കെ കുറവാണ്. 1.2 ആംപിയറെ ഒരു എം എം സ്ക്വയറിൽ കൂടെ നമ്മൾ അലവ് ചെയ്യുന്നുള്ളൂ. ഇൻ കേസ് ഓഫ് വൈൻഡിങ്സ് വിത്ത് എയർ ഡക്ട്സ് ഇറ്റ് മേ ബി അപ് ടു 3.5 ആംപിയർ പെർ എം എം സ്ക്വയർ. സോ സ്റ്റെപ്പ് 11 ഈസ് യു ഫൈൻഡ് ഔട്ട് ദി എം എം എഫ് പ്രൊഡ്യൂസ്ഡ്. ഇപ്പോൾ എം എം എഫ് എത്ര എം എം എഫ് കിട്ടുമെന്ന് നോക്കാം ആ ഫീൽഡ് വൈൻഡിങ്ങിൽ കൊണ്ട്. ആംപിയർ ടേൺസ് എന്ന് പറയുന്നത് ഫീൽഡ് കറണ്ട് ഇൻറ്റു ടേൺസ് ആണ്. ഐ എഫ് ഇൻറ്റു ടി എഫ് കാൽക്കുലേറ്റ് ചെയ്തത്. ദാറ്റ് ഈസ് എം എം എഫ് പ്രൊഡ്യൂസ്ഡ്. ചെക്ക് വെദർ ദ എം എം എഫ് പ്രൊഡ്യൂസ്ഡ് ഈസ് നിയർലി ഈക്വൽ ടു ദ വാല്യൂ റിക്വയർഡ്. ഈ എം എം എഫ് അപ്പോൾ നമ്മൾ എം എം എഫ് ആവശ്യമുള്ള എം എം എഫ് എത്രയാണെന്ന് നമ്മൾ പറയുന്നുണ്ട്, നിജപ്പെടുത്തിയിട്ടുണ്ട് നേരത്തെ. ചെക്ക് വെദർ ദ എം എം എഫ് പ്രൊഡ്യൂസ്ഡ് ഈസ് നിയർലി ഈക്വൽ ടു ദ വാല്യൂ റിക്വയർഡ്. ഇഫ് ഇറ്റ് ഈസ് ലെസ് ദി ഡെപ്ത് ഷുഡ് ബി ഇൻക്രീസ്ഡ് ആൻഡ് വൈസ് വേഴ്സ. അപ്പോൾ അല്ലാന്നുണ്ടെങ്കിൽ നമ്മൾ ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ഡെപ്ത്ത്, ഈ ഫീൽഡ് വൈൻഡിങ്ങിൻ്റെ ഡെപ്ത്ത് എന്ന് പറഞ്ഞാൽ ഇത് ആ കനം കുറച്ചുകൂടെ എന്ന് പറഞ്ഞാൽ അതിനനുസരിച്ച് നമ്പർ ഓഫ് ടേൺസ് ഒക്കെ കൂടും. അപ്പോൾ ആവശ്യത്തിന് എം എം എഫ് വന്നിട്ടില്ല എന്ന് മനസ്സിലാക്കുകയാണെങ്കിൽ അപ്പോൾ ഇതൊരു ചെക്ക് ഡിഷനാണ്. ഇനി നെക്സ്റ്റ് പോയിൻ്റ് ഈസ് കാൽക്കുലേറ്റ് ദി ഐ സ്ക്വയർ ആർ ലോസ് ഇൻ ഈച്ച് ഫീൽഡ് കോയിൽ. അപ്പോൾ ലോസ് കാൽക്കുലേറ്റ് ചെയ്യുന്നതിന് വേണ്ടി ഇത് ഡിസൈൻ പ്രൊസീജിയറാണ് യഥാർത്ഥത്തിൽ ഉപയോഗിക്കുന്ന ഡിസൈൻ പ്രൊസീജിയറാണ് ഇലാബറേറ്റായിട്ട് ഇങ്ങനെ പറയുന്നത്. അപ്പോൾ ചിലപ്പം ചോദിക്കാൻ റൈറ്റ് ഡൗൺ ദി സ്റ്റെപ്സ് ഇൻ ദ ഡിസൈൻ ഓഫ് ഫീൽഡ് കോയിൽ എന്ന് പറയുമ്പോൾ ഇത് ഇത്ര ഡീറ്റെയിൽഡായിട്ട് എഴുതണമെന്നില്ല, അത് മെൻഷൻ ചെയ്തിങ്ങനെ പോകണം. ഇപ്പോഴത്തെ മാത്തമാറ്റിക്കൽ ഫോർമുല ആൻഡ് ഓൾ. കാൽക്കുലേറ്റ് ദി ഐ സ്ക്വയർ ആർ ലോസ് ഇൻ ഈച്ച് ഫീൽഡ് കോയിൽ. അപ്പോൾ ഇവിടം വരെ വന്നതിന് ശേഷം നമ്മളിനി ഈ ഫീൽഡ് കോയിൽ കൊണ്ടുണ്ടാകുന്ന ഐ സ്ക്വയർ ആർ ലോസ് ഫീൽഡ് കോയിൽ നേരത്തെ പറഞ്ഞതാണ്. അപ്പോൾ ഒരു ഡി സി മെഷീനിൽ നമ്മൾ ഫീൽഡ് കോയിൽ ഉപയോഗിക്കുമ്പോൾ ഇതാണ് ഈ ഫീൽഡ് കോയിലിൽ കൂടെ കറണ്ട് പോകുമ്പോൾ ഇതിൻ്റെ റെസിസ്റ്റൻസ് മൂലം ഉണ്ടാകുന്ന ഐ സ്ക്വയർ ആർ ലോസ് അതെന്ത് വരുന്നു, ആ വൈൻഡിങ്ങിനുള്ളിൽ ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റ് ഐ സ്ക്വയർ ആർ ലോസ് ആണല്ലോ ഹീറ്റായിട്ട് മാറുന്നു. അപ്പോൾ അത് നമ്മളെപ്പോഴും ലോസിന് നമ്മൾ ക്യു എഫ് എന്നും പറഞ്ഞാൽ കൊടുക്കുന്നത്. അപ്പോൾ ഫീൽഡ് കോയിലായതുകൊണ്ട് വി ഡിനോട്ട് ബൈ ക്യു എഫ്. അപ്പം സ്റ്റെപ്പ് നമ്പർ 12 ഈസ് you calculate the I square R loss in each field coil. QF equal to IF square into RF. I square into R. പോകുന്ന കറണ്ട് IF അതിൻ്റെ റെസിസ്റ്റൻസ് RF. So IF square into RF. Next step is step number 13. Calculate the cooling surface of the coil. അപ്പം ഇതിൻ്റെ കൂളിംഗ് സർഫസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുക. കാൽക്കുലേറ്റ് ദ കൂളിംഗ് സർഫസ് ഓഫ് ദി കോയിൽ. കൂളിംഗ് സർഫസ് എന്ന് പറഞ്ഞാൽ നമ്മൾ ഈ വൈൻഡിങ്
വെച്ച് കഴിഞ്ഞാൽ വൈൻഡിങ് വെച്ച് കഴിഞ്ഞാൽ വൈൻഡിങ് നമ്മൾ ഇങ്ങനെ പോളിനകത്ത് വെക്കുന്നു. വൈൻഡിങ് വെച്ച് കഴിഞ്ഞാൽ വൈൻഡിങ് വെച്ച് കഴിഞ്ഞാൽ ചുറ്റാകെ ഈ ഫീൽഡ് പോൾസിന് ചുറ്റും വൈൻഡിങ്ങിന് വൈൻഡ് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂളിംഗ് സർഫസ് എന്ന് പറയുമ്പോഴത്തേക്ക് നോക്കണം, ഈ പുറത്തെ സർഫസ് ഉണ്ട്, അകത്തുനിന്ന് ഇതിനകത്ത് ഈ വൈൻഡിങ്ങിനകത്താണ് ഹീറ്റ് പ്രൊഡ്യൂസ് ചെയ്യുന്നത്. അപ്പം ഡെവലപ്പ് ചെയ്യുന്ന ഹീറ്റിന് ഡിസിപ്പേറ്റ് ചെയ്യാനായിട്ട് പുറത്തോട്ട് പോകാനായിട്ട് ഈ സർഫസിൽ കൂടെ പോകാം, ഈ സർഫസിൽ കൂടെ എല്ലാം പോകാം, അകത്തെ സർഫസിൽ കൂടെ പോകാൻ കുറച്ച്, പിന്നെ ഇതിൻ്റെ എൻഡ് സർഫസസിൽ കൂടെ എക്സ്പോസ്ഡ് ആയിട്ടുള്ള എല്ലാ പ്രതലങ്ങളിലൂടെയും ഇതിനെ ഡിസിപ്പേറ്റ് ചെയ്യാം. അപ്പോൾ ആ കൂളിംഗ് സർഫസ് എന്ന് പറയുന്നത് കാൽക്കുലേറ്റ് ദ കൂളിംഗ് സർഫസ്. അപ്പം കൂളിംഗ് സർഫസ് ഓഫ് ഈച്ച് എന്ന് പറയുന്നത് സർഫസ് ഏരിയ. നമ്മളെ ഫസ്റ്റ് ചാപ്റ്ററിൽ ഫസ്റ്റ് മോഡ്യൂളിലുള്ള ഹീറ്റ് ഡിസിപ്പേഷനകത്ത് എസ് എന്ന് പറയുന്ന സർഫസ് ഏരിയയ്ക്കാണ്. അപ്പോൾ കൂളിംഗ് സർഫസ് ഓഫ് ഈച്ച് കോയിൽ എന്ന് പറയുമ്പം 2LMT നോക്കണം. ഇത് പോളിരിക്കുന്ന സ്ഥലമാണ്, പോളിരിക്കുന്ന പോർഷനാണ്. അതിനെ ചുറ്റിയ വൈൻഡിങ് അതിൻ്റെ ഒരു ഐസോമെട്രിക് വ്യൂ ആണ് കൊടുത്തിരിക്കുന്നത്. അപ്പം അകത്തെ ഈ LMT ഇൻറ്റു HF എന്ന് പറയുമ്പം ഈ ഹൈറ്റ്. അപ്പോൾ അകത്തെയും പുറത്തെയും LMT എന്ന് പറഞ്ഞാൽ ഈ മീൻ ലെങ്ത് ആണ്. ദാറ്റ് ഇൻറ്റു മീൻ ടേൺ ഇൻറ്റു ഈ പുറത്തെയും ഇതേപോലെ ഉൾവശങ്ങളിലെയും മൊത്തം 4 വശങ്ങളിലെയും ഈ വശം അങ്ങനെ 4 വശങ്ങളിലെയും ഹീറ്റാണ് അകത്തെയും പുറത്തെ. അപ്പോൾ 2LMT ഇൻറ്റു HF പ്ലസ് 2LMT ഇൻറ്റു DF. 2LMT ഇൻറ്റു DF എന്ന് പറഞ്ഞാൽ തൻ്റെ ഈ ഭാഗത്തൂടെ എഡ്ജ്, അതേപോലെ അപ്പുറത്തെ വശത്ത്. അപ്പം LMT ഇൻറ്റു DF എന്ന് പറഞ്ഞാൽ ഈ കനമാണ്, ദിസ് തിക്നെസ്, ഡെപ്ത് ഓഫ് ദ ഫീൽഡ് വൈൻഡിങ്. അപ്പോൾ LMT മീൻ ലെങ്ത് ഇൻറ്റു DF എന്ന് പറയുന്നത് ഈ ഒരു വശത്തെ സർഫസ് ഏരിയ, അതേപോലെ അപ്പുറത്തെ വശത്തെ സർഫസ് ഏരിയയാണ് വീണ്ടും LMT ഇൻറ്റു DF. അപ്പോൾ 2LMT മൊത്തം എന്ന് പറഞ്ഞാൽ 2LMT ഇൻറ്റു DF. അപ്പോൾ ഇത് ഈ 4 വശം, പിന്നെ ഈ അപ്പുറത്തെ അങ്ങനെ ഈ മൊത്തം 6 വശങ്ങളിലെ സർഫസ് ഏരിയ എന്ന് പറയുന്നത് ദ കൂളിംഗ് സർഫസ്. ഈ സർഫസ് വഴിയാണ് ചൂട് പുറത്തോട്ട് പോകുന്നത്, ഡിസിപ്പേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ദ ടോട്ടൽ കൂളിംഗ് സർഫസ് ഏരിയ ഓഫ് ഈച്ച് കോയിൽ ഈസ് 2LMT ഇൻറ്റു HF പ്ലസ് DF എന്ന് നമുക്ക് എഴുതാം. നെക്സ്റ്റ് പോയിൻറ്റ് 14. Assume a suitable value of cooling coefficient. Cooling coefficient is defined like this. Cooling coefficient C is 0.14 to 0.16. ഇതിനിടയിൽ എടുക്കുക വാല്യൂ ഡിവൈഡ് ബൈ 1 plus 0.1 VA, where VA is the peripheral velocity, peripheral speed in meter per second, where VA is the peripheral speed in meter per second. നമ്മുടെ മെഷീൻ ഡിസൈനിലൊക്കെ നമ്മൾ കണ്ടതാണ് VA. അപ്പോൾ ഇൻ ടേംസ് ഓഫ് ദ പെരിഫറൽ സ്പീഡ് കൂളിംഗ് കോഎഫിഷ്യൻ്റ് ഇറ്റ്സ് എ ഫോർമുല ലൈക്ക് ദിസ്. ജസ്റ്റ് റിമെമ്പർ ദിസ് ഫോർമുല. കൂളിംഗ് കോഎഫിഷ്യൻ്റ് സ്മോൾ c is 0.14 to 0.16 divided by 1 plus 0.1 VA. VA എന്താണെന്ന് നമ്മൾ മെഷീൻ്റെ VA നോക്കിയിട്ട് അതിനനുസരിച്ച് ഇത് കൂളിംഗ് കോഎഫിഷ്യൻ്റ് പിടിക്കുക. കാൽക്കുലേറ്റ് ദ ടെമ്പറേച്ചർ റൈസ്. 15th step. Number 15. Calculate the temperature rise of the coil. ഈ കോയിലിനകത്ത് വരുന്ന ടെമ്പറേച്ചർ റൈസ് നമ്മൾ കണ്ടുപിടിക്കുക. ടെമ്പറേച്ചർ റൈസ് നമുക്കറിയാം, അഗെയിൻ ഫസ്റ്റ് ചാപ്റ്ററിൽ ദ സ്റ്റഡി ടെമ്പറേച്ചർ റൈസ് θm. ഏത് വസ്തുവിൻ്റെയും ടെമ്പറേച്ചർ കൂടി പോയി ഒരു സ്റ്റഡി ടെമ്പറേച്ചർ റൈസ് ഉണ്ട്. അപ്പോൾ ദിസ് ഇസ് ദ സ്റ്റഡി ടെമ്പറേച്ചർ റൈസ് θm ഈസ് QF ഇൻറ്റു C ഡിവൈഡഡ് ബൈ S. നമ്മൾ നേരത്തെ Q ബൈ S ലാംഡ എന്നും പറഞ്ഞ് θm ഈക്വൽ ടു Q ബൈ S ലാംഡ എന്ന് ഫസ്റ്റ് ചാപ്റ്ററിൽ പഠിച്ചിട്ടുണ്ട്. അപ്പം Q ബൈ S ലാംഡ ആ സ്ഥാനത്ത് ഈ 1 ബൈ ലാംഡയുടെ സ്ഥാനത്താണ് ഇവിടെ കൂളിംഗ് കോഎഫിഷ്യൻറ്റ് വരുന്നത് എന്നുള്ളതേ ഉള്ളൂ. സെയിം ഫോർമുലയാണ്. ടെമ്പറേച്ചർ റൈസ് θm ഈക്വൽ ടു QF ഇൻറ്റു C ഡിവൈഡ് ബൈ S. അപ്പോൾ ഇവിടെ C കൂളിംഗ് കോഎഫിഷ്യൻറ്റ് C എന്ന് പറഞ്ഞാൽ അവിടെ നമ്മൾ 1 ബൈ ലാംഡ എന്ന് നമ്മൾ എടുത്തിട്ടുള്ളത്. ലാംഡയുടെ റെസിപ്രോക്കൽ അതാണ്. ഇവിടെ കൂളിംഗ് കോഎഫിഷ്യൻറ്റ് കണ്ടുപിടിക്കുന്നത് ഇങ്ങനെയാണ്.
അപ്പോൾ അത് ഈ ഫോർമുല സബ്സ്റ്റിറ്റ്യൂട്ട് നമുക്ക് സ്റ്റഡി ടെമ്പറേച്ചർ റൈസ് കണ്ടുപിടിക്കാൻ പറ്റും. ഇനി ഈ ടെമ്പറേച്ചർ റൈസ് ടെമ്പറേച്ചർ റൈസ് θm മസ്റ്റ് ബി വിതിൻ ദി സ്പെസിഫൈഡ് ലിമിറ്റ്സ്. അത് നമ്മൾ നിർവചിക്കപ്പെട്ടിട്ടുള്ള ഫിക്സ് ചെയ്തിട്ടുള്ള ടെമ്പറേച്ചർ റൈസ്. അപ്പോൾ അത് ടെമ്പറേച്ചർ റൈസ് എങ്ങനെ നമ്മൾ ഫിക്സ് ചെയ്യുന്നത്? അപ്പോൾ അതിനകത്ത് ഉപയോഗിക്കുന്ന ഇൻസുലേഷൻ മെറ്റീരിയൽ, അപ്പോൾ ചില YAEB FHC എന്ന് ഞാൻ പറഞ്ഞത് ക്ലാസ് 5 മെറ്റീരിയലാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീരെ കുറവാണ് അതിനകത്ത് അതിന് വിത്ത്സ്റ്റാൻഡ് ചെയ്യാൻ പറ്റുന്ന ടെമ്പറേച്ചർ റൈസ്. ക്ലാസ് Y ആണെങ്കിൽ കുറച്ചുകൂടെ ഉണ്ട്. അപ്പോൾ അങ്ങനെ ഏത് ക്ലാസ്, അപ്പോൾ ഇൻസുലേഷൻ മെറ്റീരിയൽ അതിൻ്റെ ക്ലാസ് കൂടുന്നതനുസരിച്ച് അതിൻ്റെ കോസ്റ്റ് കൂടും. അപ്പോൾ ഏറ്റവും കുറഞ്ഞ മെറ്റീരിയലാണ് എന്നുണ്ടെങ്കിൽ ടെമ്പറേച്ചർ റൈസ് വളരെ കുറവായിരിക്കും. അപ്പോൾ മെഷീൻ്റെ ലൈഫ് കുറയും. അപ്പോൾ ഒരുമാതിരി നല്ലത് ഉപയോഗിക്കുമ്പോൾ അതിൻ്റെ ടെമ്പറേച്ചർ റൈസ് എത്രയാണെന്ന് നമുക്ക് അറിവുണ്ട്. അപ്പോൾ ആ ടെമ്പറേച്ചർ റൈസിനുള്ളിലായിരിക്കണം ഈ കാൽക്കുലേറ്റ് ചെയ്ത് കിട്ടുന്ന ടെമ്പറേച്ചർ റൈസ്. അപ്പം വീണ്ടും നമ്മൾ ഈ ഡിസൈൻ പ്രൊസീജിയറിലൂടെ എല്ലാം കടന്നു പോയിട്ട് ഈ മെഷീൻ ഈ വൈൻഡിങ്ങിൽ ഡെവലപ്പ് ചെയ്യുന്ന ടെമ്പറേച്ചർ റൈസ് അത് എത്രയാണെന്ന് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കും. ദ ടെമ്പറേച്ചർ റൈസ് θm മസ്റ്റ് ബി ഈ ടെമ്പറേച്ചർ റൈസ് θm മസ്റ്റ് ബി വിതിൻ ദ സ്പെസിഫൈഡ് ലിമിറ്റ്സ്. ഇഫ് നോട്ട് അല്ല എന്നുണ്ടെങ്കിൽ അസ്യൂം എ ഗ്രേറ്റർ ഡെപ്ത് ഫോർ വൈൻഡിങ്. അങ്ങനെ അല്ല എന്നുണ്ടെങ്കിൽ ഇതിന് കൂടുതൽ വിസ്താരം കൊടുക്കുക, അതിന് കനം കൊടുക്കുക, ഡെപ്ത് കൊടുക്കുക. ഡെപ്ത് ഓഫ് ദ ഫീൽഡ് വൈൻഡിങ് എന്ന് പറയുന്നത് കനത്തെ നമ്മൾ ഉദ്ദേശിക്കുന്നത്, ഇത് ഹൈറ്റ് ഓഫ് ദ ഫീൽഡ് വൈൻഡിങ്ങാണ്. അപ്പോൾ ആ ടേംസുമായിട്ടെല്ലാം ഫെമിലിയർ ആയിരിക്കും. അപ്പം ഇതിപ്പം ടെമ്പറേച്ചർ റൈസ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഈ ലിമിറ്റിൽ നിന്നില്ല എന്നുണ്ടെങ്കിൽ നമ്മൾ കൂടുതൽ ഡെപ്ത് കൊടുത്ത് വിസ്താരത്തുള്ള വൈൻഡിങ് കൊടുത്ത് നമ്മൾ വീണ്ടും ഈ ഡിസൈൻ പ്രൊസീജിയർ ആവർത്തിക്കേണ്ടി വരും. സോ ആക്ച്വലി ദ ഡിസൈൻ പ്രൊസീജിയർ ഈസ് എ ട്രയൽ ആൻഡ് എറർ മെത്തേഡ് ആൻഡ് വിച്ച് വി ക്യാൻ കമ്പ്യൂട്ടറൈസ്. അപ്പം അങ്ങനെ നമുക്ക് ഒരു ഒപ്റ്റിമം ഡിസൈൻ ഇതെല്ലാം അവസാനം എഗ്രി ചെയ്യുന്ന രീതിയിലോട്ട് കൊണ്ടുവരാൻ പറ്റും. സോ പല പ്രാവശ്യം നമ്മളിത് ചെയ്തു ഐട്രേറ്റ് ചെയ്യും. ഇഫ് നോട്ട് അസ്യൂം എ ഗ്രേറ്റർ ഡെപ്ത് ഫോർ വൈൻഡിങ് ആൻഡ് റിപ്പീറ്റ് ദി എബോവ് കാൽക്കുലേഷൻസ്. അപ്പോൾ ഇതാണ് ശരിക്കും ഡിസൈൻ പ്രൊസീജിയർ. ശരിക്കും നമ്മൾ ക്ലാസ് റൂമിൽ അഥവാ എക്സാമിനേഷൻ ഒക്കെ ആണെങ്കിൽ ഇങ്ങനെ ലെങ്തി പ്രൊസീജിയർ ചോദിക്കത്തില്ല. അതിന് ചോദിക്കുന്ന പ്രോബ്ലം എങ്ങനെ വരുമെന്ന് ഞാൻ പിന്നീട് കാണിച്ചു തരാം. അപ്പോൾ ഈ പരീക്ഷയ്ക്കാണെങ്കിൽ റൈറ്റ് ഡൗൺ ദ ഡിസൈൻ പ്രൊസീജിയർ ഫോർ എ ഫീൽഡ് സിസ്റ്റം, ഫോർ എ DC മെഷീനോ അല്ലെങ്കിൽ ഫോർ ഓൾട്ടർനേറ്ററിനോ ഒക്കെ ചോദിക്കാം. അപ്പോൾ അത് ഈ ജസ്റ്റ് ഈ ഡിസൈൻ പ്രൊസീജിയർ വലിയ തെറ്റൊന്നും കൂടാതെ അത് എഴുതി വെക്കുക. ഓക്കെ.